മുരുകനെയും വീഴ്ത്തി രംഗ. ആഗോള ബോക്സ് ഓഫീസിൽ ആവേശത്തിന് മുകളിൽ ഇനി 3 ചിത്രങ്ങൾ മാത്രം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരും ഇതിന് സഹകരണം വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മലയാളത്തിൽ നിലവിലെ ടോപ്പ് 5 ഗ്ലോബൽ ബോക്സ് ഓഫീസ് ലിസ്റ്റിലെ 4 ചിത്രങ്ങളും 2 വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്യപ്പെട്ടവയാണ്. വ്യവസായം എന്ന നിലയിലും കലാരൂപം എന്ന നിലയിലും പുതിയ കണ്ടെത്തലുകളുടെ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് മലയാള സിനിമ. OTT വിപ്ലവം ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ ഭാഷാ സിനിമയും മോളിവുഡ് ആണ്. മറുഭാഷാ പ്രേക്ഷകരിലേക്കും മലയാള സിനിമ എത്തി എന്നതാണ് ഇതിന്റെ നേട്ടം. ആദ്യം OTTയിൽ മാത്രം മലയാള സിനിമകൾ കണ്ടവർ ഇപ്പോൾ തിയേറ്ററുകളിലേക്കും എത്തുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം ബോക്സ് ഓഫീസിലും കാണുന്നുണ്ട്. മലയാളത്തിൽ നിലവിലെ ടോപ്പ് 5 ഗ്ലോബൽ ബോക്സ് ഓഫീസ് ലിസ്റ്റിലെ 4 ചിത്രങ്ങളും 2 വർഷത്തിനുള്ളിൽ റിലീസ് ചെയ്യപ്പെട്ടവയാണ്. അതിലെ 3 ചിത്രങ്ങളും ഈ വർഷം റിലീസ് ചെയ്യപ്പെട്ടവയും ആ ലിസ്റ്റ് നിരന്തരം പുതുക്കപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന സ്ഥാനചലനം സൃഷ്ടിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ നായകനായ ആവേശമാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായ പുലിമുരുകനെ ആഗോള കളക്ഷനിൽ മറികടന്നിരിക്കുകയാണ് ഫഹദ് ചിത്രം. 145 കോടിക്ക് മുകളിലായിരുന്നു പുലിമുരുകന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസെങ്കിൽ ആവേശം 150 കോടിയോട് അടുക്കുകയാണ്. ട്രാക്കർമാരായ വാട്ട് ദി ഫസിന്റെ കണക്ക് പ്രകാരം ആവേശത്തിന്റെ ഇതുവരെയുള്ള ഗ്ലോബൽ ബോക്സ് ഓഫീസ് 148 കോടിയാണ്. പുലിമുരുകനെ മറികടന്നതോടെ കളക്ഷനിൽ ആവേശത്തിന് മുന്നിലുള്ളത് 3 ചിത്രങ്ങൾ മാത്രമാണ്. മഞ്ഞുമ്മൽ ബോയ്സ്, 2018, ആടുജീവിതം എന്നിവയാണ് അവ. മോളിവുഡ് ബോക്സ് ഓഫീസിലെ ആദ്യ 200 കോടി ക്ലബ്ബ് ചിത്രമായിരുന്ന മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആകെ നേട്ടം 241 കോടിയാണ്. രണ്ടാം സ്ഥാനത്തുള്ള 2018 175 കോടിയും 3-ാം സ്ഥാനത്തുള്ള ആടുജീവിതം 157 കോടിയുമാണ്. മോഹൻലാലിന്റെ ബറോസ് റിലീസ് പ്രഖ്യാപിച്ചു. 5 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് റിലീസിനെത്തുന്നു. ഓണം റിലീസായി സെപ്റ്റംബർ 12-നാണ് ബറോസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത്. ഡിഗാമയുടെ നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതമായി മോഹൻലാൽ തന്നെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഗുരു സോമസുന്ദരം, മോഹൻ ശർമ്മ, തുഹിൻ മേനോൻ എന്നിവർക്ക് പുറമെ മായ സീസർ, ലോറന്റ് തുടങ്ങി വിദേശ താരങ്ങളും വേഷമിടുന്നു. അമേരിക്കൻ റിയാലിറ്റി ഷോ ആയ ദ വേൾഡ് ബെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച ലിഡിയൻ നാദസ്വരമാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. മാർക്ക് കലീനയാണ് പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നത്. പ്രശസ്ത കലാസംവിധായകനായ സന്തോഷ് രാമനാണ് സെറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. രജനി ചിത്രത്തിൽ വില്ലനായി കട്ടപ്പ വേണം. പക്ഷേ വേഷവുമായി എത്തിയപ്പോൾ സത്യരാജ് ലോകേഷിനോട് പറഞ്ഞത് ചിത്രത്തിൽ വില്ലനാകാൻ ലോകേഷ് കനകരാജ് നടൻ സത്യരാജിനെ സമീപിച്ചുവെന്നാണ് വിവരം. എന്നാൽ ഉടൻ തന്നെ യെസ് പറഞ്ഞില്ല സത്യരാജ് എന്നാണ് വിവരം. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ രജനീകാന്ത് ചിത്രം കൂലി ഏറെ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. തലൈവർ 171 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ പേര് കൂലി എന്നാണ് ഇട്ടത്. അടുത്തിടെ ടീസർ പുറത്തിറക്കിയാണ് അണിയറക്കാർ പ്രഖ്യാപിച്ചത്. രജനീകാന്ത് ഒരു അധോലോക നായകനായിട്ടാകും ചിത്രത്തിൽ ഉണ്ടാവുകയെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇതെന്ന് ടൈറ്റിൽ ടീസർ സൂചന നൽകുന്നു. അതിന് പിന്നാലെ ചിത്രത്തെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും ഉയർന്നിരുന്നു. കൂലിയുടെ നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന് എതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇളയരാജ. രജനീകാന്ത് നായകനായ കൂലിയുടെ പ്രൊമോയിൽ തന്റെ ഗാനം അനുവദനീയമല്ല ഉപയോഗിച്ചിരിക്കുന്നുവെന്നാണ് ഇളയരാജയുടെ പരാതി. കൂലിയുടെ പ്രൊമോയിൽ നിന്ന് വാ വാ ഗാനം നീക്കുകയോ ഉപയോഗിക്കാൻ അനുമതി വാങ്ങുകയോ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വിവാദം നിൽക്കുന്നതിനിടത്താണ് ചിത്രത്തിന്റെ വില്ലൻ റോൾ സംബന്ധിച്ച അപ്ഡേറ്റ് വരുന്നത്. ചിത്രത്തിൽ വില്ലനാകുവാൻ ലോകേഷ് കനകരാജ് നടൻ സത്യരാജിനെ സമീപിച്ചുവെന്നാണ് വിവരം. എന്നാൽ ഉടൻ തന്നെ യെസ് പറഞ്ഞില്ല സത്യരാജ് എന്നാണ് വിവരം. മുഴുവൻ സ്ക്രിപ്റ്റും വായിച്ച് മാത്രമേ ഞാൻ ഈ റോൾ ചെയ്യൂ എന്നാണ് സത്യരാജ് പറഞ്ഞിരിക്കുന്നത്. നായകനൊപ്പം വരുന്ന റോൾ ആണെങ്കിൽ ഞാൻ ചെയ്യാം എന്നും സത്യരാജ് ലോകേഷിനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ ശമ്പളം ഈ റോളിന് നൽകിയാൽ അഭിനയിക്കാം എന്നും സത്യരാജ് പറഞ്ഞതായാണ് റിപ്പോർട്ട്. എന്തായാലും സത്യരാജിനെ ഫൈനലായി തീരുമാനിച്ചിട്ടില്ല എന്നാണ് വിവരം. അതേസമയം ബോളിവുഡ് താരം രൺവീർ സിംഗ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നാണ് വിവരം. അതേസമയം ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, US തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് ആണ് കൂലിയുടെ പ്രമേയമാവുക എന്നാണ് റിപ്പോർട്ട്.
രജനീകാന്തിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാറനാണ് ചിത്രം നിർമ്മിക്കുന്നത്. രജനിയുടെ കഴിഞ്ഞ വർഷത്തെ വൻ ഹിറ്റായ ജയിലറും സൺ പിക്ചേഴ്സ് ആയിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.